വാർത്തയിലേക്ക്. ഉത്തർപ്രദേശിലെ കാൺപൂർ ലംബോർഗിനി അപകടം നടന്ന് 48 മണിക്കൂർ പിന്നിട്ടിട്ടും ആരെയും അറസ്റ്റ് ചെയ്യാതെ പോലീസ്. കാറോടിച്ച ശിവം മിശ്രയെ ചികിത്സയിലാണെന്നാണ് പോലീസിന്റെ വാദം. കാറോടിച്ചത് ശിവം മിശ്രയുടെ ഡ്രൈവറാണെന്ന വാദവുമായി അഭിഭാഷകൻ രംഗത്തെത്തി. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ ചേരുന്നു. അർജുൻ, ഈ പറഞ്ഞതുപോലെ ഒരു അപകടം ഉണ്ടാക്കിയിട്ട് ദിവസം 2 ആവുമ്പോഴും ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ല. പിന്നിൽ ഒറ്റ കാരണം സമ്പന്നരാണ് പ്രതികൾ. വിവരങ്ങൾ. സുഹേലി, യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 48 മണിക്കൂറായിട്ടും യഥാർത്ഥ പ്രതികളെ പിടികൂടുന്നില്ല, ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അതിലൊരു വിചിത്ര വാദമാണ് ഇപ്പോൾ അഭിഭാഷകൻ ഉന്നയിക്കുന്നത്. അതായത് വാഹനം ഓടിച്ചിരുന്നത്, അത് അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് ഈ പറയുന്ന ശിവം മിശ്രയുടെ ഡ്രൈവർ മോഹൻ ആയിരുന്നു എന്നുള്ള വാദം ഉന്നയിക്കുന്നുണ്ട്. ഇന്നെന്തായാലും കോടതിയിൽ വാദം ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെ നടപടികളാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശങ്ക പരിക്കേറ്റവരെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. മിനിങ്ങാനായിരുന്നു ഇത്തരത്തിലൊരു വാഹനാപകടം ഉണ്ടാവുകയും അതിൽ 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും അല്പം മുൻപ് ഈ ശിവം മിശ്രയുടെ അച്ഛൻ പ്രമുഖ വ്യവസായിയാണ്, ഉത്തർപ്രദേശും ഡൽഹിയും കേന്ദ്രീകരിച്ചുള്ളത്. അദ്ദേഹം പോലീസിന് മുൻപാകെ വന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലും തന്റെ മകൻ നിരപരാധിയാണെന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹവും വ്യക്തമാക്കിയിരിക്കുന്നത്. സുഹൈൽ, എന്തായാലും പ്രമുഖ പുകയില വ്യവസായിയുടെ മകനാണ് വാഹനം ഓടിച്ച ശിവം ദുബൈ. പക്ഷെ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. കേസെടുത്തതിന് ഒരുപാട് വൈകിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.